മനസ്സ് നമ്മൾ താമസിക്കുന്ന വീട് എന്ന് പറയാം അല്ലേ? നമ്മളെ വീട്ടിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ മനസ്സാണ് അതിൽ പ്രധാന ഘടകം. അതുകൊണ്ട് മനസ്സിനെ നമ്മൾ താമസിക്കുന്ന വീട് എന്ന് പറയാം. ഏറ്റവും സിമ്പിളായി തോന്നും, പക്ഷേ ഡീപ്പായ ടോപ്പിക്കായത്. നമ്മളെല്ലാവരും വീട് വൃത്തിയായി വെക്കും, ഭംഗിയാക്കും. പക്ഷേ ജീവിതകാലം മുഴുവൻ താമസിക്കുന്ന മനസ്സെന്ന വീട് എത്ര വൃത്തിയായി വെച്ചിട്ടുണ്ട്? ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇല്ല. ഇതിനെക്കുറിച്ച് ഞാനൊരു 3 കാര്യം പറയാം. മനസ്സ് ഓർക്കുന്നതല്ല, ശേഖരിക്കുന്നതാണ് നമ്മുടെ മനസ്സ്. ഓർക്കുകയും ചെയ്യും. നമ്മൾ കാണുന്ന, കേൾക്കുന്ന, പറയുന്ന ഓരോ നെഗറ്റീവ് കാര്യവും മനസ്സൊരു കുപ്പത്തൊട്ടി പോലെ ഇങ്ങോട്ട് ശേഖരിക്കും. പിന്നൊരു ദിവസം അതിൽ നിന്ന് നാറ്റം വമിക്കാൻ തുടങ്ങും. നെഗറ്റീവ്സ് എല്ലാം മനസ്സിലേക്ക് എടുത്തിട്ട് അസൂയയും ദേഷ്യവും സങ്കടവും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് മനസ്സ് മാറും. മനസ്സ് ഒരു കുട്ടീനെ പോലെയാണ്. ആ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം. വഴക്ക് പറഞ്ഞാൽ അനുസരിക്കില്ല. സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ടെൻഷൻ ആവേണ്ട, നമ്മൾക്ക് ഇപ്പോൾ ശാന്തമായിരിക്കാം. ഓരോ സമയത്തുള്ള നമ്മളെ അവസ്ഥകൾ എന്തെന്നാണോ അത് നമ്മൾ മനസ്സിനെ ശാന്തമായി പഠിപ്പിക്കുകയാണ് വേണ്ടത്. മനസ്സ് ശാന്തമാകുമ്പോൾ ജീവിതവും അങ്ങോട്ട് ശാന്തമാകുമല്ലോ. വെള്ളം കലങ്ങിയ കുളം ഉണ്ട് നൽകണം, അതിൽ നമ്മളെ മുഖം കാണുമോ? ഇല്ല. വെള്ളം തെളിഞ്ഞാലേ കാണും. മനസ്സും അങ്ങനെ തന്നെയാണ്. കാരണം മനസ്സിന് അറിയില്ല ഏതാണ് വേണ്ടത്, ഏതാണ് വേണ്ടാത്തത് എന്ന്. കിട്ടുന്നതെല്ലാം അത് മനസ്സിലങ്ങോട്ട് സൂക്ഷിച്ചു വയ്ക്കും. നമ്മൾ ഓർക്കുന്നത് സന്തോഷമല്ല, മുറിവുകളാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും. അതൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ ആലോചിച്ച് സന്തോഷിക്കുകയും ചിരിക്കുകയല്ല നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടിയ കൈപ്പേറിയ ചില അനുഭവങ്ങൾ അങ്ങനെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയതാണ്. അതൊക്കെ ഇങ്ങനെ നമ്മൾ ഓർത്തിരിക്കും. അതല്ലേ അങ്ങനെയല്ലേ ഉണ്ടാവാറ്? അത് തന്നെ ഉണ്ടാവാറ്. 3/4 ഭാഗം ജനങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക? അന്ന് അവരങ്ങനെ പെരുമാറിയില്ലേ എന്നോട്, അതെത്ര ഇതായിട്ടാണ്. എന്നാലോ കഴിഞ്ഞ മാസം നടന്നൊരു സന്തോഷമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും, അത് ഓർക്കില്ല. നമ്മളിത് മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് നമ്മളോട് എന്താ പറഞ്ഞത് ഇതൊക്കെ ഓർത്തിരിക്കും. പക്ഷേ കഴിഞ്ഞ മാസം കഴിഞ്ഞ സന്തോഷം ഓർക്കില്ല. പക്ഷേ ഒരു വർഷം മുന്നേ കഴിഞ്ഞൊരു വേദന ഉണ്ടെങ്കിൽ അത് ഓർത്ത് എത്ര മണിക്കൂർ വേണ്ടെങ്കിലും ഇരിക്കും. അതിങ്ങനെ തനിയെ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. സന്തോഷം വെള്ളത്തിലെഴുതിയ പോലെ, ദുഃഖം കല്ലിൽ കൊത്തിയ പോലെ ഉണ്ടാവുക. അതാണ് നമ്മളൊരു രീതി. പിന്നെ മറക്കുക എന്നാൽ മായ്ച്ചു കളയുക എന്നൊന്നും വേണ്ട. പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, എന്ത് മറക്കുക എന്ന് കഴിഞ്ഞാൽ മഹാനാകുകയാണ് എന്നുള്ളതൊക്കെ. അതൊന്നുമല്ല. മറക്കുക എന്നാൽ അതൊന്നുമല്ല. പിന്നെ ക്ഷമിക്കുക. അവർ ചെയ്തത് ശരിയായില്ല എന്നല്ല. ഇനി ആ ഓർമ്മ കൊണ്ട് എന്നെ ഞാൻ വേദനിപ്പിക്കില്ല എന്ന തീരുമാനം. അങ്ങനെ എടുക്കണം മനസ്സിന്. അല്ലാതെ അവർ ചെയ്തത് ശരിയായിരുന്നു അല്ലേ ശരിയായിട്ടില്ലായിരുന്നു എന്നൊന്നും ഓർക്കണ്ട. അത് കഴിഞ്ഞു. അപ്പം എന്ത് ചെയ്യണം? ഇനി ആ ഓർമ്മ കൊണ്ട് ഞാൻ എന്നെ വേദനിപ്പിക്കില്ല എന്ന് തീരുമാനിക്കാം. പിന്നെ ചില വിട്ടുകളയേണ്ട ഓർമ്മകളൊക്കെ ഉണ്ടാവും. അതെല്ലാം ചിലപ്പം കത്തുകൾ പോലെയാണ്. നമ്മളിങ്ങനെ ഷെൽഫിൽ സൂക്ഷിക്കുന്ന കത്തുകൾ പോലെ. അതിങ്ങനെ എടുത്ത് വെക്കുന്തോറും പൊടി പിടിക്കില്ലേ? വർഷങ്ങൾ വെക്കുന്തോറും അത് പൊടി പിടിക്കും. അതുപോലെയായിരിക്കും മനസ്സിൽ ഇങ്ങനെ തന്നെ ഓർമ്മകൾ കൂട്ടിയിട്ടാൽ പിന്നെ എന്നും സങ്കടവും ദുഃഖവും സന്തോഷമില്ലായ്മയും ഒക്കെ ആയിരിക്കും. അവയൊന്ന് തുറന്ന് നോക്കാണ്ടിരിക്കുക. അതൊക്കെ പോട്ടെ, പൊടി പിടിച്ച് നശിച്ചു പോട്ടെ. തുറന്ന് നോക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ശാന്തി കിട്ടും. മറക്കാൻ പഠിക്കാത്ത മനസ്സുകൾക്ക് എന്താവും? ഉറക്കം കുറയും. എല്ലാം കിടന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെ ഓരോ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. ചിന്തകളെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും ഉറങ്ങാൻ കിടന്നാൽ. അപ്പം എന്തായി? അതും ചിന്തിച്ച് കിടന്ന് ഉറക്കം അങ്ങോട്ട് നഷ്ടപ്പെടും. അത് നമ്മൾ ആരോഗ്യത്തിനെ ബാധിക്കുന്നതെന്ന് ചിന്തിക്കില്ല. നമ്മളിങ്ങനെ വേണ്ടാത്തതും വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ കാട് കയറി ചിന്തിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തി അത് ശരീരത്തിനെ ബാധിക്കും. ഇതൊന്നും ചിന്തിക്കില്ല, സമാധാനം ഇല്ലാണ്ടാക്കും. കാരണം ഭൂതകാലത്തിലല്ലേ ജീവിക്കുന്നത്, വർത്തമാനകാലത്തിലല്ലല്ലോ ജീവിക്കുന്നത്. വർത്തമാന ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരും. നിങ്ങൾ സുഖമായി ബെഡിൽ പോയി കിടന്നു കഴിഞ്ഞാൽ അന്നൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നാളെ അതങ്ങ് തീർക്കാം എന്നാലോചിച്ച് സുഖമായിട്ടങ്ങ് കിടക്കാം. പാസ്റ്റിനെ പറ്റി ആലോചിക്കണ്ട, ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കണ്ട, അതായത് ഭാവിനെ പറ്റി ആലോചിക്കണ്ട. അത് നമ്മളെ കയ്യിലല്ല. പിന്നോട്ടുള്ള കാര്യം കഴിഞ്ഞു പോയതിനെ പറ്റി ആലോചിക്കണ്ട. അത് നമ്മളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ്, അല്ല നടന്നു കഴിഞ്ഞ്.
അപ്പോൾ അതൊന്നും ആലോചിക്കാണ്ട് നിങ്ങൾ ഒരു ദിവസം ജോലി വന്ന് കിടന്നു കഴിഞ്ഞാൽ അന്നത്തെ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള എല്ലാം ഓർത്തൊന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് കിടന്നാൽ ശരിക്കും നമുക്ക് ഉറക്കം വരും. കാരണം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഉറക്കമില്ല രാത്രി എന്ന്. അതുകൊണ്ടാണ് പറ്റുന്നത്. അതുകൊണ്ട് അതൊന്നും അങ്ങോട്ട് തുറന്ന് നോക്കണ്ട. നേരെ ശാന്തിയൊന്നും നമുക്ക് കിട്ടില്ല മനസ്സിന്. മറക്കാൻ പഠിക്കാത്ത മനസ്സുകൾക്ക് എപ്പോഴും സമാധാനം ഉണ്ടാവില്ല, എപ്പോഴും. അപ്പം അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയാം. മനസ്സിനെ ഭാരമില്ലാതെ നടക്കാൻ എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. ഓർമ്മകൾ ഒരു പൂന്തോട്ടം പോലെ ആകണം. വേണ്ടാത്ത കളകളുണ്ടാവുമല്ലോ, അതൊക്കെ പറിച്ച് കളയാം. ആവശ്യമുള്ള പൂക്കൾ മാത്രം നനച്ച് വളർത്തുന്ന ഒരിടാക്കി മാറ്റുക മനസ്സിനെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടാക്കിയിട്ട് മനസ്സിനെ മാറ്റുക. എന്താ പറയുക, നമ്മൾ പൂന്തോട്ടത്തിൽ ഉണങ്ങിപ്പോയ ചെടികളും പൂക്കളും അതൊക്കെ അങ്ങോട്ട് പിഴുതെറിഞ്ഞിട്ട് നല്ല പൂക്കളും പച്ചപ്പുള്ള ഒരു പൂന്തോട്ടം അതുപോലെ മനസ്സിനെ ആക്കുക. ഓക്കേ.